ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പീസ് മിത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ INC ആണ്. നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഒരു റിവിഷൻ പോലെ ഇതിനെ കരുതിയാൽ മതി. 100 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് വിലയിരുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്നാണ്? 1885 ഡിസംബർ 28-നാണ്. INC രൂപീകരിച്ചത് 1885 ഡിസംബർ 28-നാണ്. അതേപോലെ INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം ഏതാണ്? സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ്. സേഫ്റ്റി വാൽവ് തിയറിയാണ്. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. സേഫ്റ്റി വാൽവ് തിയറിയാണ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു ആദ്യകാല നാമം. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്, അല്ലെങ്കിൽ AO ഹ്യൂം ആണ് INCയുടെ സ്ഥാപകൻ. അടുത്തത്, ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബർമ ആൻഡ് സിലോൺ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? AO ഹ്യൂം ആണ്. AO ഹ്യൂം ആണ്. അടുത്തത്, ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. അടുത്തത്, കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് INCക്ക് കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? WC ബാനർജിയാണ്. WC ബാനർജിയാണ് ആദ്യ പ്രസിഡന്റ്. അതേപോലെ INCയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂമായ AO ഹ്യൂം ആണ് ആദ്യ സെക്രട്ടറി. അപ്പൊ INCയുടെ സ്ഥാപകനായ AO ഹ്യൂം ആണ് INCയുടെ ആദ്യ സെക്രട്ടറി. എന്നാൽ ആദ്യ പ്രസിഡന്റ് ആരാണ്? അത് WC ബാനർജിയാണ്. അടുത്തത്, INC രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ പ്രഭുവാണ്. വൈസ്രോയി INC രൂപീകരിക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ പ്രഭുവാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ജനറൽ ആരാണ്? ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ്. INC രൂപീകരിക്കുമ്പോൾ വൈസ്രോയി ഡഫറിൻ പ്രഭു ആയിരുന്നു. സെക്രട്ടറി ഓഫ് ജനറൽ ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ്. അതേപോലെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ഡഫറിൻ പ്രഭുവാണ്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് INCയെ പറഞ്ഞത് ഡഫറിൻ പ്രഭുവാണ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെയിൽ വെച്ചിട്ടാണ്. അത് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് INCയുടെ സമ്മേളനം നടന്നത്. എന്നാൽ ആദ്യ സമ്മേളനത്തിന് വേദിയായിട്ട് തീരുമാനിച്ചിരുന്നത് എവിടെയാണ്? പൂനെയിൽ വെച്ചിട്ടാണ്. പൂനെയിൽ വെച്ചിട്ടാണ്. എന്നാൽ ശരിക്കും നടന്നത് എവിടെയാണ്? ബോംബെയിൽ വെച്ചിട്ടാണ് നടന്നത്. അടുത്തത്, ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലേഗ്. അപ്പോൾ പ്ലേഗ് കാരണമാണ് INCയുടെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. G. സുബ്രഹ്മണ്യ അയ്യരാണ് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത്. അതേപോലെ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ളയാണ് INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി. അതേപോലെ INCയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് ആരാണ്? കാദംബരി ഗാംഗുലിയാണ്. കാദംബരി ഗാംഗുലിയാണ് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത്. അതേപോലെ INCയുടെ രണ്ടാമത്തെ സമ്മേളന വേദി കൊൽക്കത്തയായിരുന്നു. ആദ്യ സമ്മേളന വേദി ഏതായിരുന്നു? ബോംബെയാണ്. രണ്ടാമത്തെയാണ് കൊൽക്കത്തയാണ്. അടുത്തത്, INCയുടെ സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം, INC സമ്മേളനത്തിന് വേദിയാകുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? മദ്രാസ് ആണ്. 1887-ലാണ്. അതിന്റെ അധ്യക്ഷൻ ബദ്രുദ്ദീൻ തയാബ്ജിയാണ്. ബദ്രുദ്ദീൻ തയാബ്ജിയാണ് മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വിദേശി പ്രസിഡന്റ്, വിദേശിയായ പ്രസിഡന്റ് ആരാണ്? അത് ജോർജ് യൂൾ ആണ്. 1888-ലെ സമ്മേളനമാണ്. ജോർജ് യൂള് അധ്യക്ഷനാകുന്ന സമ്മേളനം 1888-ആണ്. ആദ്യ വിദേശി പ്രസിഡന്റ് ആണ്. അടുത്തത്, കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് P. ആനന്ദ ചാർലു ആണ്. 1891-ലാണ് ദക്ഷിണേന്ത്യക്കാരൻ P. ആനന്ദ ചാർലു ആണ്. അതേപോലെ കോൺഗ്രസിന്റെ പേരിനോട് നാഷണൽ എന്നുകൂടി ചേർക്കപ്പെട്ട വർഷമാണ് 1891-ലെ നാഗ്പൂർ സമ്മേളനമാണ്.
അപ്പൊ ഇത് നമ്മൾ പഠിച്ചു. 1891 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? പി ആനന്ദ ചാർലുവാണ്. ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനായ പ്രസിഡന്റ് ആണ്. അപ്പോൾ 1891 നാഗ്പൂർ സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ പേരിനോട് നാഷണൽ എന്നുകൂടി ചേർക്കപ്പെട്ടത്. അടുത്തപോലെ നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1896 കൽക്കട്ട സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? റഹ്മത്തുള്ള സയാനിയാണ്. റഹ്മത്തുള്ള സയാനിയാണ് 1896 കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത? വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച സമ്മേളനമാണ്. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന മലയാളി, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. INCയുടെ അധ്യക്ഷനാകുന്ന മലയാളി ആരാണ്? സർ സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായർ അധ്യക്ഷനായിരുന്ന സമ്മേളനമാണ് അമരാവതി സമ്മേളനം. 1897 അമരാവതി സമ്മേളനത്തിലായിരുന്നു സി ശങ്കരൻ നായർ അധ്യക്ഷനായിരുന്നത്. അതേപോലെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാഴ്സി മതക്കാരനായ ആദ്യ പ്രസിഡന്റ്. പാഴ്സി മതക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി പാഴ്സി മതക്കാരനാണ്. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ 20 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം പ്രസിഡന്റായ നേതാവ്. അപ്പം 20 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാഭായ് നവറോജിയാണ്. ഏതൊക്കെയാണ്? 1884 കൽക്കട്ട സമ്മേളനത്തില്, 1893 ലാഹോർ സമ്മേളനത്തില്, 1906 കൽക്കട്ട സമ്മേളനം. അപ്പൊ ഈ 3 സമ്മേളനങ്ങളിൽ ദാദാഭായ് നവറോജി അധ്യക്ഷനായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ്. അത് ബദറുദ്ദീൻ തയ്യാബ്ജിയാണ്. 1887 മദ്രാസ് സമ്മേളനമാണ്. നമ്മൾ പഠിച്ചു ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സമ്മേളനമാണ് മദ്രാസ് സമ്മേളനം 1887. അതിന്റെ അധ്യക്ഷനായിരുന്ന ബദറുദ്ദീൻ തയ്യാബ്ജിയാണ് ആദ്യ മുസ്ലിം പ്രസിഡന്റ്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മുസ്ലിമാണ് ബദറുദ്ദീൻ തയ്യാബ്ജി. അടുത്തത് കോൺഗ്രസ് അധ്യക്ഷനായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബൺ ആണ്. 1889 ബോംബെ സമ്മേളനമാണ്. അപ്പൊ ആദ്യ വിദേശി ആരാണ്? ജോർജ് യൂൾ ആണ്. 1888 ഇത് വില്യം വെഡർബൺ രണ്ടാമത്തെ വ്യക്തിയാണ്. വിദേശി ആയ രണ്ടാമത്തെ വ്യക്തിയാണ് വില്യം വെഡർബൺ. 1889 ബോംബെ സമ്മേളനമാണ്. അടുത്തത് 2 പ്രാവശ്യം INCയുടെ പ്രസിഡന്റായ വിദേശിയാണ് വില്യം വെഡർബൺ. അപ്പൊ 2 പ്രാവശ്യം പ്രസിഡന്റ് ആയി എന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പൊ രണ്ടാമത്തെ വിദേശിയാണ്. അതേപോലെ 2 പ്രാവശ്യം INCയുടെ പ്രസിഡന്റ് ആവുന്ന വിദേശിയാണ് വില്യം വെഡർബൺ. 1889 1910 അടുത്തത് 1889 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വില്യം വെഡർബൺ ആണ്. അപ്പോൾ 1889 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ വില്യം വെഡർബൺ ആയിരുന്നു. അടുത്തത് സർ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ്? 13ാമത്തെ സമ്മേളനമാണ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ആദ്യത്തെ മലയാളിയാണ്, INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളിയാണ് സി ശങ്കരൻ നായർ എന്ന് പറയുന്നത്. 1897 അമരാവതി സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്. അത് എത്രാമത്തെ വാർഷിക സമ്മേളനമാണ്? INCയുടെ എത്രാമത്തെ വാർഷിക സമ്മേളനമാണത്? 13ാമത്തെ വാർഷിക സമ്മേളനമാണ്. അടുത്തത് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1901 കൽക്കട്ട സമ്മേളനമാണ്. ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് 1901 കൽക്കട്ട സമ്മേളനത്തിലാണ്. അധ്യക്ഷത വഹിച്ചത് ദിൻഷാ ഇ വാച്ചയാണ്. ദിൻഷാ ഇ വാച്ചയാണ് അധ്യക്ഷത വഹിച്ചത്. അടുത്തത് 20ാം നൂറ്റാണ്ടില് കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വിദേശി. 20ാം നൂറ്റാണ്ടില് കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വിദേശി ആരാണ്? സർ ഹെൻറി കോട്ടൺ ആണ്. 1904 ബോംബെ സമ്മേളനമാണ്. ബോംബെ സമ്മേളനത്തിലാണ് സർ ഹെൻറി കോട്ടൺ അധ്യക്ഷത വഹിച്ചത്. അതേപോലെ ബംഗാൾ വിഭജന സമയത്തെ പ്രസിഡന്റ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 ബംഗാൾ വിഭജനം. ആ സമയത്തെ INCയുടെ പ്രസിഡന്റാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്തത് ക്രൂരമായ തെറ്റ് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? അതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനമാണ് 1905 ബനാറസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയത് 1905 ബനാറസ് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ ഗോഖലെയാണ്. എന്നാൽ കോൺഗ്രസ് സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസാക്കിയത് 1906 കൽക്കട്ട സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോകരുത്. സ്വദേശിയാണെങ്കിൽ അത് 1905 ബനാറസ് സമ്മേളനമായിരുന്നു. അതിന്റെ അധ്യക്ഷൻ ഗോഖലെയാണ്. സ്വരാജ് ആണെങ്കിൽ
സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസാക്കുന്നത് 1906 കൽക്കട്ട സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജിയാണ്. അടുത്തത്, കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ ഏതിനെയാണ് വിശേഷിപ്പിക്കുന്നത്? അത് സൂററ്റ് പിളർപ്പാണ്. സൂററ്റ് സ്പ്ലിറ്റ് ആണ്. 1907 സൂററ്റ് പിളർപ്പാണ്. അതിന്റെ അധ്യക്ഷൻ ആയിരുന്നത് റാഷ് ബിഹാരി ഘോഷാണ്. 1907 സൂററ്റ് സമ്മേളനത്തിലെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞ സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം. സൂററ്റ് സമ്മേളനം എന്നാണ്? 1907 അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. അതേപോലെ സൂററ്റ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യമാണ് പറയുന്നത്. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ ഇവരാണ് കോൺഗ്രസിൽ തീവ്രവാദി ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവര്. ലാൽ പാൽ ബാൽ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാല്, ബാലഗംഗാധര തിലകൻ ഇവർ 3 പേരുമാണ് ലാൽ പാൽ ബാൽ എന്ന് അറിയപ്പെടുന്നത്. അതിൽ ബാലഗംഗാധര തിലകനായിരുന്നു തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ്. ബാലഗംഗാധര തിലകനാണ് തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവായിരുന്നത്. അതേപോലെ ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ആനന്ദ് ചാർലു, ഗോഖലെ ഇവരാണ് മിതവാദി ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്നവര്. അതില് ഗോഖലെ ആയിരുന്നു നേതാവ്. മിതവാദി ഗ്രൂപ്പിന്റെ നേതാവ് ഗോഖലെ ആയിരുന്നു. തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകനായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആനന്ദ മോഹൻ ബോസ് ആണ്. കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ടത് ആനന്ദ മോഹൻ ബോസ് ആണ്. അതേപോലെ കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനമാണ് 1908 മദ്രാസ് സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? റാഷ് ബിഹാരി ഘോഷാണ്. അപ്പൊ 1907 1908 പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷാണ്. അതേപോലെ 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു BN ധർ. 1911 എന്താണ് പ്രത്യേകത? ബംഗാൾ വിഭജനം റദ്ദു ചെയ്തു. ആ സമയത്ത് INCയുടെ പ്രസിഡന്റ് ആണ് BN ധർ ആണ്. അതേപോലെ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം, അതും 1911 കൽക്കട്ട സമ്മേളനമായിരുന്നു. അതിന്റെ അധ്യക്ഷൻ ആരാണ്? BN ധർ ആണ്. അപ്പോ എന്താണ്? ബംഗാൾ വിഭജനം റദ്ദു ചെയ്തതും ആദ്യമായിട്ട് ജനഗണ ആദ്യമായിട്ട് ആലപിച്ചതും 1911 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ BN ധർ ആയിരുന്നു. അടുത്തത്, നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് 1912 ബെങ്കിപ്പൂർ സമ്മേളനത്തിലാണ്. 1912 ബെങ്കിപ്പൂർ സമ്മേളനത്തിലാണ് നെഹ്റു ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൗ കരാറിൽ ഒപ്പിട്ട വർഷം ഏതാണ്? 1916. INCയും മുസ്ലിം ലീഗും ലക്നൗ കരാറിൽ ഒപ്പിട്ട വർഷമാണ് 1916. അടുത്ത ക്വസ്റ്റ്യൻ, മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ജില്ലകൾ വേർപെടുത്തി ആന്ധ്ര പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി രൂപവൽക്കരിക്കണമെന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച വർഷം 1917. മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ജില്ലകൾ വേർപെടുത്തി ആന്ധ്ര പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി രൂപവൽക്കരിക്കണം എന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച വർഷമാണ് 1917. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് ആനി ബസന്റ്. 1917 കൽക്കട്ട സമ്മേളനത്തിലെ അധ്യക്ഷയായിരുന്നു. ആനി ബസന്റ് ആണ് കോൺഗ്രസിന്റെ INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. അതേപോലെ ആദ്യ വിദേശ വനിതയും കൂടിയാണ്. ആദ്യ വനിതാ പ്രസിഡന്റുമാണ്, അതേപോലെ ആദ്യ വിദേശ വനിതയുമാണ് ആനി ബസന്റ്. അടുത്തത്, നിസ്സഹരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1920 കൽക്കട്ട സ്പെഷ്യൽ സമ്മേളനമാണ്. അപ്പം 1920 2 സമ്മേളനങ്ങളാണ് നടന്നത്. ഒന്ന് കൽക്കട്ടയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ സമ്മേളനവും അതേപോലെ വാർഷിക സമ്മേളനവും നടന്നായിരുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു സ്പെഷ്യൽ സമ്മേളനത്തിൽ, കൽക്കട്ടയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ സമ്മേളനത്തിൽ എന്താണ് തീരുമാനിച്ചത്? നിസ്സഹരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമായിരുന്നു. അതിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ് ആയിരുന്നു കൽക്കട്ടയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അതേപോലെ നിസ്സഹരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അതിന്റെ അധ്യക്ഷൻ C. വിജയരാഘവ ആചാര്യരാണ്. 1920 വാർഷിക കോൺഗ്രസ് സമ്മേളനം നാഗ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അതിന്റെ പ്രത്യേകത എന്താണ്? നിസ്സഹരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനമാണ്. അത് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അതിന്റെ അധ്യക്ഷൻ C. വിജയരാഘവ ആചാര്യരാണ്. അടുത്തത്,
പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. അപ്പോൾ രണ്ട് പ്രത്യേകതകളാണ്. പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനവുമാണ് 1920 നാഗ്പൂർ സമ്മേളനം. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനമാണ്? ധർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് JVP കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ JVP കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? 1921 ജയ്പൂർ സമ്മേളനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിഫോം ആയിട്ട് ഖാദി സ്വീകരിച്ചത് 1921 യൂണിഫോം ആയിട്ട് ഖാദി സ്വീകരിച്ചത് 1921 അടുത്തത് ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായിട്ട് നിശ്ചയിച്ച സമ്മേളനമാണ് കാക്കിനഡ സമ്മേളനമാണ്. 1923 കാക്കിനഡ സമ്മേളനമാണ് ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായിട്ട് നിശ്ചയിച്ചത്. കാക്കിനഡ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലിയാണ്. 1923 കാക്കിനഡ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അടുത്തത് കാക്കിനഡ സമ്മേളനത്തില് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച മലയാളി ആരാണ്? TK മാധവനാണ്. കാക്കിനഡ സമ്മേളനത്തിലെ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച മലയാളി TK മാധവനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം. അപ്പോൾ ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഗാന്ധിജി അധ്യക്ഷനായത്. അത് 1924 ബെൽഗാം സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷനായത്. അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അത് 1901 കൽക്കട്ട സമ്മേളനമായിരുന്നു. 1901 കൽക്കട്ട സമ്മേളനത്തിലായിരുന്നു ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തത്. അതിന്റെ അധ്യക്ഷൻ ദിൻഷായി വാജയായിരുന്നു. എന്നാൽ ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്ന സമ്മേളനം എന്ന് പറയുന്നത് 1924 ബെൽഗാം സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അടുത്തത്, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. അത് 1925 കാൺപൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ പഠിച്ചു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആനി ബെസന്റ് ആണ്. എന്നാൽ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് എന്ന് ചോദിച്ചാൽ അത് സരോജിനി നായിഡു ആണ്. 1925 കാൺപൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, INCയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദി തെരഞ്ഞെടുത്ത സമ്മേളനമാണ് കാൺപൂർ സമ്മേളനം. അപ്പൊ കാൺപൂർ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? INCയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദി തെരഞ്ഞെടുത്ത സമ്മേളനമാണ്. 1925 കാൺപൂർ സമ്മേളനം, അധ്യക്ഷ സരോജിനി നായിഡു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനത്തിന് വേദിയായ നഗരം. അപ്പം 1929 സമ്മേളനത്തിന് വേദിയായത് ലാഹോറിൽ വെച്ചിട്ടാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ്. അതായത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്നാണ് ചോദ്യം. അത് 1929 ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അടുത്തത്, ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1929 ലാഹോർ സമ്മേളനം. അപ്പം 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ഒരു സമ്മേളനമാണ്. എന്നാൽ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് പങ്കെടുത്തത് 1912 ബെങ്കിപ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അത് നമ്മൾ പഠിച്ചിരുന്നു. 1912 ബെങ്കിപ്പൂർ സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. എന്നാൽ അധ്യക്ഷത വഹിക്കുന്ന ആദ്യ സമ്മേളനം അത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അടുത്തത്, മൗലിക അവകാശ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് 1931 കറാച്ചി സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. മൗലിക അവകാശ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് 1931 കറാച്ചി സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് അധ്യക്ഷൻ. അടുത്തത്, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിയ രണ്ടാമത്തെ വിദേശ വനിതയാണ് നെൽസൺ ഗുപ്തയാണ്. അപ്പൊ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വിദേശ വനിതയാണ് നെൽസൺ ഗുപ്ത. ആദ്യ വിദേശ വനിത ആനി ബെസന്റ് ആണ്. രണ്ടാമത്തെ വിദേശ വനിതയാണ് നെൽസൺ ഗുപ്ത. അത് 1933 കൽക്കട്ട സമ്മേളനമാണ്. 33 കൽക്കട്ട സമ്മേളനമാണ്. അതേപോലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വനിതയാണ് നെൽസൺ ഗുപ്ത. അപ്പൊ ആദ്യ വനിത ആരാണ്? ആനി ബെസന്റ് ആണ്. രണ്ടാമത്തെ വനിത ആരാണ്? സരോജിനി നായിഡു ആണ്. മൂന്നാമത്തെ വനിതയാണ് നെൽസൺ ഗുപ്ത. ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, രണ്ടാമത്തെ വിദേശ വനിതയാണ്. ആദ്യ വിദേശ വനിത ആനി ബെസന്റ് ആണ്. രണ്ടാമത്തെ വിദേശ വനിത
നിലിസൺ ഗുപ്തയാണ്. അടുത്തത് കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയായ ഏക ഗ്രാമമായ ഫേസ്പൂര് ഏത് സംസ്ഥാനത്താണ്? അപ്പൊ 1937 സമ്മേളനം നടക്കുന്ന ഫേസ്പൂരിലായിരുന്നു. അതാണ് കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന ഏക ഗ്രാമമാണത് ഫേസ്പൂര്. അത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ് ഫേസ്പൂര്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമായിരുന്നു. 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനമാണ്. അപ്പൊ ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമായിരുന്നു 38 ഹരിപുര കോൺഗ്രസ് സമ്മേളനം. അപ്പൊ അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അധ്യക്ഷൻ. അതേപോലെ 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച നന്ദലാൽ ബോസിന്റെ ചിത്രം ഏതായിരുന്നു? ഗ്രാമീണ ചെണ്ടക്കാരനാണ്. അതേപോലെ 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ, അതായത് ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനായിട്ട് ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ INC സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്തത്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായിട്ട് മത്സരം നടന്നത് 1939 ത്രിപുരി സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. പ്രസിഡന്റ്, ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായിട്ട് മത്സരം നടന്നത് 1939 ത്രിപുരി സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്രബോസ്. അത് 1939 ത്രിപുരി സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് ആദ്യമായിട്ട് പ്രസിഡന്റ് ആവുന്ന ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് പ്രസിഡന്റ് ആകുന്നത്. ഈ സമ്മേളനത്തിൽ പട്ടാഭി സീതാരാമയ്യയാണ് പരാജയപ്പെടുത്തിയത്. സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് പട്ടാഭി സീതാരാമയ്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിന്റെ അധ്യക്ഷപദം വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. 40 മുതൽ 46 വരെയാണ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. 42 ക്വിറ്റ് ഇന്ത്യ സമരം. ആ സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ജനകീയ സമരകാലത്താണ് രഹസ്യമായിട്ട് ഉഷാ മേത്തയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് റേഡിയോ എന്ന സംവിധാനം പ്രവർത്തിച്ചത്? അപ്പോൾ ഉഷാ മേത്തയുടെ നേതൃത്വത്തിലാണ്. അപ്പൊ ഇതൊരു നമ്മുടെ ഡിഗ്രി ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു ഉഷാ മേത്തയുടെ കാര്യം. അപ്പൊ ഏത് ജനകീയ സമരകാലത്താണ് രഹസ്യമായി ഉഷാ മേത്തയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് റേഡിയോ എന്ന സംവിധാനം പ്രവർത്തിപ്പിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ്. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ എവിടെയാണ് പ്രവർത്തിപ്പിച്ചത്? മുംബൈയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആചാര്യ കൃപലാനിയാണ്. JB കൃപലാനി ആയിരുന്നു. 1946 മീററ്റ് സമ്മേളനത്തിൽ ആയിരുന്നു അധ്യക്ഷത വഹിച്ചത്. കോൺഗ്രസ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആചാര്യ കൃപലാനി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? പട്ടാഭി സീതാരാമയ്യാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യാണ്. 1948 ജയ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പട്ടാഭി സീതാരാമയ്യാണ്. ഔദ്യോഗിക ചരിത്രകാരൻ പട്ടാഭി സീതാരാമയ്യാണ്. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പട്ടാഭി സീതാരാമയ്യാണ്. അപ്പൊ ആ പുസ്തകത്തിന്റെ പേരെന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്നാണ്. അടുത്തത്, സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ചത് 1955 ആവടി സമ്മേളനമാണ്. സോഷ്യലിസത്തെ കോൺഗ്രസിന്റെ ലക്ഷ്യമായിട്ട് പ്രഖ്യാപിച്ചത് ആവടി സമ്മേളനമാണ്. വർഷം 1955 അതിന്റെ അധ്യക്ഷൻ UN ദേബാർ ആണ്. അതേപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് ഇന്ദിരാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയാണ്. 1959 ഡൽഹിയിൽ വെച്ചിട്ടാണ്. ഡൽഹി സമ്മേളനത്തിലാണ്. അതേപോലെ സ്വാതന്ത്ര്യാനന്തരം കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ വനിതയാണ് സോണിയാഗാന്ധി. സ്വാതന്ത്ര്യാനന്തരം കൂടുതൽ കാലം തുടർച്ചയായിട്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത് സോണിയാഗാന്ധിയാണ്. 98 മുതൽ 2017 വരെയാണ്. അതിനുശേഷം എല്ലാം ഡൽഹിയിൽ വെച്ചിട്ടാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരം, അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഈ ഒരു സമ്മേളനങ്ങൾ നടന്ന എവിടെ വെച്ചിട്ടാണ്? കൽക്കട്ടയിൽ വെച്ചിട്ടാണ്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരമാണ് ഡൽഹി. ഡൽഹിയിൽ വെച്ചിട്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം. സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിൽ അത് കൽക്കട്ടയിലാണ്, ശേഷമാണെങ്കിൽ അത് ഡൽഹിയിൽ വെച്ചിട്ടുമാണ്. അടുത്തത്, പട്ടാഭി സീതാരാമയ്യ രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം
എന്ന പുസ്തകത്തിന്റെ അവതാരിക അല്ലെങ്കിൽ ആമുഖം എഴുതിയത് ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്? 84 നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ വധിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ INCയുടെ പ്രസിഡന്റ് ആയിരിക്കെ തന്നെ വധിക്കപ്പെട്ട വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അതേപോലെ മൗലാന അബ്ദുൽ കലാം ആസാദ് തുടർച്ചയായിട്ട് എത്ര വർഷമായിരുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത്? 6 വർഷം തുടർച്ചയായിട്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അടുത്തത്, ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്? ലോക സേവാ സംഘമായി മാറണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റ് ആയത്? അപ്പൊ ഏറ്റവും പ്രായം കൂടിയ INC പ്രസിഡന്റ് ആരായിരുന്നു? ദാദാഭായ് നവറോജിയാണ്. അതുപോലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അപ്പൊ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നത് ദാദാഭായ് നവറോജിയാണ്. എന്നാൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അടുത്തത്, INCയുടെ സമാധാനപരമായ ചരമമാണ് തന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ ആണ് അങ്ങനെ പറഞ്ഞത്. INCയുടെ സമാധാനപരമായ ചരമമാണ് തന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അടുത്തത്, തുടർച്ചയായ 2 സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് ആണ് റാഷ് ബിഹാരി ഘോഷാണ്. ഏതൊക്കെയാണ്? 1907 സൂററ്റ് സമ്മേളനമുണ്ട്, 1908 മദ്രാസ് സമ്മേളനം. ഈ 2 സമ്മേളനങ്ങൾ തുടർച്ചയായിട്ട് അധ്യക്ഷനായിരുന്നു റാഷ് ബിഹാരി ഘോഷ്. അടുത്തത്, INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിതയാണ് പണ്ഡിത രമാഭായ്. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത പണ്ഡിത രമാഭായ് ആണ്. അതേപോലെ INCയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ഹക്കീം അജ്മൽ ഖാൻ ആണ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആണ് സീതാറാം കേസരിയാണ് പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ INC പ്രസിഡന്റ്. അതുപോലെ ലാസ്റ്റ് 3ാമത്തെ ചോദ്യം, INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തിയാണ് MA അൻസാരി. INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി MA അൻസാരിയാണ്. അങ്ങനെ 100 ചോദ്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ സ്വയം ഒന്ന് വിലയിരുത്തുക, നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ളത് സ്വയം ഒന്ന് വിലയിരുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.